നമസ്കാരം. ഈ ലക്ഷ്മി ഭഗവതിയും ജ്യേഷ്ഠ ഭഗവതിയും തമ്മിൽ ഒരു തർക്കം നടക്കുകയാണ്. ഇവരിൽ ആരാണ് സുന്ദരി എന്നുള്ളത്. അപ്പോൾ സാക്ഷാത് നാരദർ അതുവഴി കടന്നു പോവുക. അപ്പോൾ രണ്ടാളും വിളിച്ചു, നാരദരെ ഒരു നിമിഷം ഒരു തർക്കം നടക്കുകയാണ്, ഇതിൽ ആരാണ് സുന്ദരി എന്ന് അങ്ങ് പറയണം. സത്യം പറഞ്ഞാൽ നാരദർ കുടുങ്ങി. രണ്ടാളെയും വെറുപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്ത് കാരണം ചോദിച്ചാൽ പക്ഷഭേദം പാടില്ല എന്നാണ് നാരദർക്ക്. അപ്പോൾ നാരദർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങിയെന്ന് പറയാം. നമ്മൾ ഇതേമാതിരി നാരദർ കുടുങ്ങുന്ന അവസ്ഥ നമുക്കും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അതായത് നമുക്ക് വേണ്ടപ്പെട്ട രണ്ടാൾക്കാരും തർക്കത്തിൽ നമുക്ക് ആരെ സൈഡിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അതേമാതിരി ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നാരദർ കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നാരദർ പറഞ്ഞു, നിങ്ങൾ വരുന്നതും പോകുന്നതും നടന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതായിട്ട് രണ്ട് പേരും നടന്ന് കാണിക്കണം, എന്നാലേ നമുക്ക് അതിൽ ഒരു തീർപ്പ് കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നാരദർ പറഞ്ഞു, ലക്ഷ്മി ദേവി വരുന്നതും ജ്യേഷ്ഠാഭഗവതി പോകുന്നതും കാണാൻ സൗന്ദര്യമുണ്ട് എന്ന്. ഒന്നാലോചിക്കണം, നമ്മളാണെങ്കിൽ കുഴങ്ങിപ്പോവില്ലേ? യുക്തമായ ചിന്തയിലൂടെ നമ്മൾ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കണം.